ിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മാത്സിൻ്റെ 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അത് കണ്ടിട്ട് ഇത് കാണുക. അപ്പോൾ നമ്മൾ നോക്കുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്. ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ ബിലോ 5000? അപ്പോൾ എത്ര നാലക്ക സംഖ്യകളുണ്ട് 5000-ന് താഴെ എന്നാണ് ചോദ്യം. 5000-ന് താഴെ നമുക്കറിയാം 1000 തുടങ്ങിയാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, നാലക്ക സംഖ്യ 4 ഡിജിറ്റ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 1000 തുടങ്ങിയിട്ട് എത്ര വരെ ഉണ്ട്, 4999 4999 വരെയാണ് നാലക്ക സംഖ്യകൾ 5000-ന് താഴെ അല്ലേ. അത് നമുക്ക് മൈനസ് ചെയ്താൽ അല്ലെങ്കിൽ അപ്പോൾ എത്ര ഉണ്ട് നമുക്ക് നോക്കുകയാണ്. എത്രയാണ്, 3999 3999 സംഖ്യകൾ ഡിജിറ്റ്സ് ഉണ്ട്, 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് അല്ലേ. 3000 ഇത് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടും. 4999 നിന്ന് 1000 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 3999 കിട്ടും. 3999 സംഖ്യകളാണ് എന്തിലുള്ളത്, 4 ഡിജിറ്റ് നമ്പറായിട്ടുള്ളത്. ഓക്കെ, 3999 സംഖ്യകളുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇതിൽ 5000-ന് താഴെ എത്ര നാലക്ക സംഖ്യകളുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് എടുത്ത് എഴുതുക, 3999. ഓക്കെ, അടുത്തത് എന്താണ് ചോദ്യം? അടുത്ത ചോദ്യം, 3, 2, 5, 4, 7 എന്നീ അക്കങ്ങൾ എല്ലാം ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ 5 അക്ക സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. ഏറ്റവും വലിയ സംഖ്യ ഇതിൽ ഏതാണ് 7 അല്ലേ. അപ്പോൾ 7 എഴുതാം. 7 കഴിഞ്ഞ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്, 5 ഇതിൽ തന്നിരിക്കുന്നതിൽ 5. പിന്നെ ഏതാണ്, 4. പിന്നെ ഏതാണ്, 3. പിന്നെ 2. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ സംഖ്യ കിട്ടിയില്ലേ. എന്നീ അക്കങ്ങളെല്ലാം ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ കിട്ടി അല്ലേ, ഏറ്റവും വലിയ സംഖ്യ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഇംഗ്ലീഷിൽ ദ ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി ഫോംഡ് യൂസിങ് 32547. 7 ആണ്, 5 4 3 2 എന്ന ആൻസർ കിട്ടി. ഇനി അടുത്ത ചോദ്യം, റൈറ്റ് ദ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഹാവിങ് ദ സം ഓഫ് ദ ഡിജിറ്റ് ആസ് 4. സം ഓഫ് ദ ഡിജിറ്റ് 4. അപ്പോൾ എന്താണ് ചോദ്യം, എന്താ, അക്കങ്ങളുടെ തുക 4 ഏറ്റവും വലിയ 3 അക്ക സംഖ്യ എഴുതുക. 3 അക്ക സംഖ്യയാണ് ഇതിൻ്റെ 3 അക്ക സംഖ്യ എഴുതുക. 3 അക്ക സംഖ്യ 4 അതുകൊണ്ട് അത് എന്ത് ചെയ്താൽ പ്ലസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം, 3 അക്ക സംഖ്യേനെ പ്ലസ് ചെയ്താൽ എത്ര കിട്ടണം, 4 കിട്ടണം അല്ലേ, 4 കിട്ടണം. അപ്പോൾ അങ്ങനെയുള്ള 3 അക്ക സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കിയേ, ഇപ്പോൾ നമ്മളൊരു സംഖ്യ എടുക്കുകയാണ്, 220. അത് ശരിയാണ് അല്ലേ, 220 എന്ന് എഴുതാം. അപ്പോൾ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്, 2 + 2 + 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആണ്. പക്ഷേ ഇതാണോ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത്, അല്ല അല്ലേ. നമുക്കൊന്നുകൂടെ 4 കിട്ടണം എന്നല്ലേ പറയുന്നത്. അപ്പോൾ 400 നമുക്ക് എഴുതി നോക്കാം. 400 അതെന്താണ്, 4 + 0 + 0 4 ഡിജിറ്റ് 3 ഡിജിറ്റ് നമ്പർ. അപ്പോൾ 4 + 0 + 0 എന്ന് പറയുന്നത് 4 കിട്ടുകയും ചെയ്യും. 400 ആണല്ലേ ഏറ്റവും വലിയ സംഖ്യ. അപ്പോൾ അക്കങ്ങളുടെ തുക 4 ഏറ്റവും വലിയ 3 അക്ക സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്, 400 ആണ്. 400 അതിന് വലിയ സംഖ്യ ഉണ്ടോ, ഇല്ല. നമ്മൾ 401 എഴുതി, അത് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക, 5 കിട്ടുക. അപ്പോൾ കൂട്ടിക്കഴിഞ്ഞാൽ 5 കിട്ടും. നമുക്ക് എത്രയാണ് കിട്ടേണ്ടത്, 4 കിട്ടേണ്ടത്. അപ്പോൾ ഇത് ആൻസർ ഏതാണ്, 400 ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അടുത്തത് 3 4 1 4 3 ഒരു ഇരുവഴി സംഖ്യയാണ്. ഇതേ അക്കങ്ങൾ ഉപയോഗിച്ച് മറ്റൊരു 5 അക്ക സംഖ്യ ഉണ്ടാക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ചോദ്യം, എന്താണെന്ന് നോക്കിയോ, നമുക്കൊന്നുകൂടി നോക്കാം. ഇംഗ്ലീഷിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, 3 4 1 4 3 എന്ന് പറയുന്നത് പാലിൻഡ്രോമിക് നമ്പറാണെന്നാണ് പറയുന്നത്. പാലിൻഡ്രോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വായിച്ചാലും 3 4 1 4 3, ഇവിടെ നിന്ന് വായിച്ചാലും 3 4 1 4 3. അപ്പോൾ അത് തന്നെ ഉപയോഗിച്ചിട്ട് അടുത്തൊരു 5 ഡിജിറ്റ് നമ്പർ പാലിൻഡ്രോമിക് നമ്പർ എഴുതാനാണ് പറയുന്നത്. അതേ ഡിജിറ്റ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഇങ്ങനെ എഴുതിക്കൂടെ, 4 3 1 3 4 അല്ലേ, ഇങ്ങനെ എഴുതി കൂടെ എഴുതാം അല്ലേ. അപ്പോൾ എന്താണ് പാലിൻഡ്രോമിക് നമ്പർ, ഇരുവഴി സംഖ്യ എന്നാണ് പറയുക. അപ്പോൾ ഇതേ ഡിജിറ്റ് ഉപയോഗിച്ചിട്ട് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് 4 ഇവിടെ നിന്ന് വായിച്ചാലും ഇപ്പോൾ എന്താണ് 4 3 1 3 4 അല്ലേ. ഇവിടെ നിന്ന് വായിച്ചാലും 4 3 1 3 4. അതിനെയാണ് നമ്മൾ പാലിൻഡ്രോമിക് നമ്പർ അല്ലെങ്കിൽ ഇരുവഴി സംഖ്യ എന്ന് പറയുന്നത്.
ഇരുവഴി സംഖ്യ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആൻസർ എന്താണ് കിട്ടിയത്? 4 3 1 4 3 എന്ന് കിട്ടി. ഇനി അടുത്ത ചോദ്യം, 4 6 7 എന്നീ അക്കങ്ങളെല്ലാം ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന എല്ലാ മൂന്നക്ക സംഖ്യകളും ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിച്ച് എഴുതിയാൽ അവയിൽ 4 7 6 കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന സംഖ്യ താഴെ കൊടുത്തേക്കുന്നവയിൽ ഏതാണ്? അപ്പോൾ 4 6 7 ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പം 4 7 6 കഴിഞ്ഞ് ഇനി അടുത്ത സംഖ്യ ഏതാ വരിക? 4 തന്നെ വരും അല്ലേ? നോക്കിയാൽ ഇവിടെ 4 6 7 4 6 7 ആണോ ഇതിൻ്റെ അടുത്ത് വരുന്നത്? അല്ല. 476 കഴിഞ്ഞിട്ടല്ല 467 വരുന്നത്. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ഇത് ഓപ്ഷൻ തെറ്റാണ്. അത് കഴിഞ്ഞാൽ നോക്കിയേ, ഇനി അടുത്ത സംഖ്യ 6 വെച്ചിട്ടായിരിക്കും വരിക, അല്ല 7 വെച്ചിട്ടായിരിക്കില്ല. കാരണം 6 7 4 ഉണ്ട്, 6 4 7 ഉണ്ട്. അപ്പോൾ ഇത് തെറ്റാണ്. ഇനി അടുത്ത് വരുന്ന 4 7 6 കഴിഞ്ഞിട്ട് എന്തായാലും 647 കഴിഞ്ഞിട്ടാണ് 674 വരുള്ളൂ. അപ്പോൾ ആൻസർ എന്താണ്? 647 ആണ് ആൻസർ. 647 ആൻസർ എന്ന് പറയുന്നത്. നോക്കിയേ, ചോദ്യം എന്താണ്? ഇഫ് ഓൾ ദ 3 ഡിജിറ്റ് നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ ഡിജിറ്റ് 4 6 7 ആർ അറേഞ്ച് ഫ്രം സ്മോളസ്റ്റ്, ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അങ്ങനെയാണെങ്കിൽ അടുത്ത 4 6 കഴിഞ്ഞിട്ട് അടുത്ത സംഖ്യ ഫോളോയിങ് ഈസ് എ നമ്പർ ദാറ്റ് കംസ് ആഫ്റ്റർ 4 7 6. ആൻസർ ഏതാണ്? 647 ആണ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ഇതിലേതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. 4 ഹാസ് 2 ക്വസ്റ്റ്യൻ 4A and 4B. ആൻസർ എനി വൺ. ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. ലുക്ക് അറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. കംപ്ലീറ്റ് ദ മിസ്സിംഗ് പാർട്ട്. വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ്? അപ്പോൾ ഇവിടെ നമുക്ക് മിസ്സിംഗ് പാർട്ട് എത്രയാണെന്ന ചോദ്യം. 2 സംഖ്യയുടെ ഗുണനഫലം കണ്ടെത്തിയ രീതി നോക്കൂ. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഗുണനഫലം വിട്ടുപോയ ഭാഗമാണ് നമുക്ക് പൂരിപ്പിക്കേണ്ടത്. ഇവിടെ നമുക്ക് 10 ഇൻറ്റു എന്തോ ചെയ്താലാണ് എന്ത് കിട്ടുക? 100 കിട്ടുക. അപ്പോൾ നമുക്ക് എന്താ 10 ഇൻറ്റു 10 ചെയ്താലല്ലേ നമുക്ക് 100 കിട്ടുക. അപ്പോൾ നമ്മുടെ ഇവിടെ എന്ത് എഴുതണം? 10 ആണ് ആൻസർ. 10 ഇൻറ്റു 10 ചെയ്താലാണ് നമുക്ക് 100 കിട്ടുക. അതുപോലെ അപ്പോൾ 10 ഇൻറ്റു 6 ചെയ്താൽ എത്ര കിട്ടുക? 10 ഇൻറ്റു 6 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 60 കിട്ടും. അപ്പോൾ ആൻസർ എത്രയാണ്? 60. ഇനി അപ്പോൾ ഇവിടെ 10 ഉണ്ട്, അതുപോലെ ഇവിടെ 6 ഉണ്ട് അല്ലേ? 6 ഇൻറ്റു എന്ത് ചെയ്തപ്പോഴാണ് 6 ഇൻറ്റു എന്ത് ചെയ്തപ്പോഴായിരിക്കും 18 കിട്ടിയിട്ടുണ്ടാവുക? എന്ത് ചെയ്താലാണ് കിട്ടുക? 6 ഇൻറ്റു 3 ചെയ്താലാണല്ലേ നമുക്ക് 6 ഇൻറ്റു 3 ആണ് എത്രയെന്ന് പറയുന്നത്? 18 എന്ന് പറയുന്നത് അല്ലേ? 6 ഇൻറ്റു 3 ചെയ്താലാണ് 18 കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ 3 ആണ്. അങ്ങനെയാണെങ്കിൽ 3 ഇൻറ്റു 10 എത്രയാണ്? 30 എന്ന് കിട്ടും. 30 ആൻസർ. 30 ആൻസർ എന്താണ്? 30 അല്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇതെടുത്ത് എഴുതുക. 2 സംഖ്യകളുടെ ഗുണനഫലം കണ്ടെത്തിയ രീതി നോക്കൂ. ഇനി അടുത്ത ചോദ്യം എന്താണ്? When a number is multiplied by 17, the product is 2014. What will be the product if the next number is multiplied by 7? ഒരു സംഖ്യയെ 17 കൊണ്ട് ഗുണിച്ചാൽ 2040 കിട്ടി. അതിനടുത്ത സംഖ്യയെ 17 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം എത്ര കിട്ടുമെന്നാണ് ചോദ്യം. ഒരു സംഖ്യയെ 17 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 2040 എന്ന് കിട്ടും. ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ഇത്ര കിട്ടും. അപ്പോൾ നമുക്ക് ഈ സംഖ്യ എന്താണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 2040 17 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഇവിടുത്തെ ആൻസർ കിട്ടും അല്ലേ? ഡിവൈഡ് ചെയ്ത്. അപ്പോൾ 2014 ഡിവൈഡഡ് ബൈ 17 ചോദിച്ചാൽ നമുക്ക് ഇവിടുത്തെ ആൻസർ കിട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താണ് ആൻസർ? 120 ആണ് ആൻസർ അല്ലേ? 120 ആണ് ആൻസർ. അപ്പോൾ 120 നോക്കുക 120 ഇൻറ്റു 70 ആണ് എന്ത്? 70 ആണ് എന്ത്? ഓക്കെ, കിട്ടുമ്പോൾ നമുക്ക് കിട്ടും അല്ലേ? 0 2 1 0 4 0 2 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ ശരിയാണ് ആൻസർ. അപ്പോൾ 120 ഇൻറ്റു 17 എന്ന് പറയുന്നതാണ് 2040 എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ ചോദ്യം? അതിനടുത്ത സംഖ്യയെ 17 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം എത്ര കിട്ടും? അടുത്ത സംഖ്യ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 121 ആണ് അല്ലേ? 121 ഇൻറ്റു 70 ചെയ്താൽ എത്ര കിട്ടുമെന്നാണ് ചോദ്യം. 121 ഇൻറ്റു 70 ചെയ്ത് നോക്കുക. 70 ചെയ്ത് കഴിഞ്ഞാൽ 1 ഇൻറ്റു 7 7 2 ഇൻറ്റു 7 എത്രയാണ്? 14 അല്ലേ? 14 8 8 4 7 1 2 1. അപ്പോൾ 7 5. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2057 എന്നാണ് ആൻസർ കിട്ടുക. അപ്പോൾ അടുത്ത സംഖ്യ എന്ന് പറഞ്ഞാൽ 121 ആണ്.
അപ്പോൾ ആൻസർ നമുക്ക് കിട്ടി 2057 എന്ന് കിട്ടി. ഓക്കെ, 2057 എന്ന് കിട്ടി. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന മുകളിൽ കൊടുത്തിരിക്കുന്ന അപ്പോൾ ഇത് ഇംഗ്ലീഷിൽ വായിച്ചാൽ നമുക്ക് കിട്ടണം കേട്ടോ. ഇംഗ്ലീഷിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ചോദ്യത്തിൽ നോക്കിയേ, when a number is multiplied by 70 the product is for 2000. അപ്പോൾ ഇംഗ്ലീഷും ഇത് വായിച്ച് നോക്കിയാൽ കിട്ടണം. ഇനി അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി മാച്ചസ് ദ കാൽക്കുലേഷൻ ഗിവൻ എബവ്. ഇതിൽ ഏതാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. നോക്കിയാൽ ആദ്യത്തെ ഓപ്ഷൻ 21 × 8 അല്ലേ. 21 × 8 നമുക്ക് എങ്ങനെ എഴുതാം? 20 × 8 എന്ന് എഴുതാം, പ്ലസ് 1 × 8 എന്ന് എഴുതാം അല്ലേ. 20 × 8 പ്ലസ് 1 × 8 എന്ന് പറയുന്നത് എത്രയാണ്? എന്താണ്? ഇതാണ് ആൻസർ അല്ലേ. അപ്പം നമുക്കിത് ഒന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും. 20 × 8 നോക്കിയാൽ 0, 8 × 2 എന്ന് പറയുന്നത് എത്രയാണ്? ഇങ്ങനെ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 20 × 8 പ്ലസ് 8 എന്ന് പറയുന്നതും 21 × 8 എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് 21 × 8 എന്ന് പറയുമ്പോൾ ആൻസർ എന്താണ്? 20 × 8 ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് 1 × 8 ആണ്. അപ്പോൾ 1 എ എന്ന് പറയുന്നതിൻ്റെ ആൻസർ നമുക്ക് കിട്ടി. എ എന്ന് പറയുന്നത് 3 ആണെന്ന് കിട്ടി. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് നമുക്ക് നോക്കിയിട്ട് ഇതിൽ വേണ്ടാത്ത ഓപ്ഷൻസ് തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. A3 ആയിട്ട് നമുക്ക് എല്ലാത്തിലും A3 ആണ് കേട്ടോ. A3 ആണ്. അപ്പോൾ ഇതിൽ കട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത ചോദ്യം നോക്കാം. 24 × 8. 24 × 8 എങ്ങനെ എഴുതാം? 20 × 8 പ്ലസ് ഇനി എത്ര ഉണ്ട്? 4 ഉണ്ട് അല്ലേ. 4 × 8 അല്ലേ. 4 × 8 ആണ് അല്ലേ. ശരിയല്ലേ? ഇതിലൊരു ഈസി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ 4 വന്നാൽ ഇവിടെയും 4 വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 20 × 8 എന്ന് പറയുമ്പോൾ ബി എന്ന് പറയുന്നത് 4 ആണ്. ബി ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ ബി ഓപ്ഷൻ 4 വന്നത് ഏതാണ്? ഇതും മാത്രമാണ്. ഇതിൽ തെറ്റാണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് തെറ്റാണെന്ന് മനസ്സിലായി. ഇനി ഇതിൽ ഏതാണ് ശരിയെന്ന് മാത്രം നോക്കിയാൽ മതി. 26 × 8 നമുക്ക് എങ്ങനെ എഴുതാം? 26 × 8 എന്ന് പറയുന്നത് 20 × 8 പ്ലസ് എത്രയാണ്? 6 × 8 ആണ് അല്ലേ. 6 × 8 ആണ്. 6 ഇവിടെ 6 വന്നാൽ ഇവിടെയും 6 വന്നിട്ടുണ്ട്. അപ്പോൾ ആൻസർ എന്താണ്? C2 ആണ്. അപ്പോൾ C2 എന്ന് പറയുന്ന ആൻസർ ഏതാണ്? C മാത്രമാണ്. ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് വന്നു. ഇത്രയും ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നമുക്കിത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മാച്ച് ദ ഫോളോയിങ് ചെയ്തതിന് ശേഷം ഓപ്ഷൻസ് എടുത്ത് എഴുതാം. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഇനി അടുത്ത ചോദ്യം നോക്കാം. വിച്ച് 25 × 15 ദാറ്റ് ഈസ് ഈക്വൽ ടു 375. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 25 × 16? 25 × 16. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് 25 × 15 375 ആണ്. അങ്ങനെയാണ് 25 × 16 തുല്യമായ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ 25 × 16 ഒന്ന് ചെയ്ത് നോക്കാം. ആൻസർ എത്ര കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, 6 × 5 ഇവിടെ 0 3 എന്ന് കിട്ടി. 6 × 2 എന്ന് പറയുന്നത് എത്രയാണ്? അപ്പോൾ നമുക്ക് 400 എന്ന് കിട്ടി. ഇനി 400. ഇനി ഓപ്ഷൻസ് തന്നിരിക്കുന്നത് നോക്കി. ഓപ്ഷൻ എ നമുക്ക് നോക്കാം. 375 - 16 ആണോ 400? അല്ല, ഇതിനേക്കാളും കുറയല്ലേ 400 നമുക്ക് കിട്ടില്ല. അപ്പോൾ ആൻസർ ഇത് തെറ്റാണ്. ഇനി അടുത്തത് എന്താണ്? അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം. 400 കിട്ടണം കേട്ടോ. 400 കിട്ടണമെങ്കിൽ അടുത്ത ഓപ്ഷൻ ബിയിൽ 375 + 16 ആണ്. 16 ഒന്ന് ചെയ്ത് നോക്കിയേ. 11 7 8 9 391 ആണ് കിട്ടുക. 400 അല്ല. അപ്പോൾ ഇതും തെറ്റാണ്. ഇനി അടുത്തത് സി എന്താ തന്നിരിക്കുന്നത്? 375 - 25 ആണ്. -25 ചെയ്ത് എത്ര കിട്ടുള്ളൂ? 350 കിട്ടുള്ളൂ. ഇനി ഡി, അപ്പോൾ അതും തെറ്റാണ്. ഡി ഓപ്ഷൻ നോക്കിയാൽ 375 + 25 നമുക്ക് എത്ര കിട്ടും? 400 കിട്ടും. അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ ഡി ആണ്. ആൻസർ ഡി ആണ്. ഓക്കെ, അപ്പോൾ നമുക്കത് കിട്ടി. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ചുവടെ കൊടുത്ത ചതുരഗണന രീതി നോക്കൂ. ചതുരഗണന രീതി റെക്റ്റാങ്കുലർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ 30 × എന്ത് ചെയ്താലാണ് നമുക്ക് 300 കിട്ടുക? 30 × ഡാഷ് ചെയ്താൽ നമുക്ക് 300 കിട്ടണം അല്ലേ. അപ്പോൾ 10 × 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. 13 × 10 ആണ് എന്ത്? 300 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്രയാണ് വരേണ്ടത്? 10 ആണ് വരേണ്ടത് അല്ലേ. 10 × 30 എത്രയാണ്? 300 കിട്ടി. ഇനി 10 × 30 300 കിട്ടി. ഇനി എന്തുകൊണ്ട് 10 × 20 കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 10 × 2 ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു 20. അപ്പോൾ ഇവിടെ എന്താണ് വരേണ്ടത്? 2 ആണ് വരേണ്ടത് അല്ലേ. 10 × 2 ചെയ്താലാണ് 20 കിട്ടുക. ഇനി അപ്പോൾ 2 × എന്ത് ചെയ്താലാണ് 6 കിട്ടുക? 2 × 3 ചെയ്താൽ 2 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ 3 × 13 3 × 13 അല്ലേ. 13 × 3 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 13 × 3 എന്ന് ചെയ്ത് നോക്കിയാൽ എത്രയാണ്? 9 അല്ലേ. 3 × 3 9. അപ്പോൾ ഇവിടെ എത്രയാണ് കിട്ടുന്നത്? 19.
ഈസി ആയിട്ട് ചെയ്യാം. 90 3 × 30 നമുക്ക് 90 എന്ന് പറഞ്ഞിട്ടുള്ള ആൻസർ കിട്ടുക. ഈസിയാണ്, നല്ല ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ വിച്ച് ആർ ദ ഇനി അപ്പോൾ സീ ദ റെക്റ്റാങ്കിൾ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. ഇനി ഓപ്ഷൻസ് നോക്കി ക്വസ്റ്റ്യൻ വിച്ച് ആർ ദ നമ്പേഴ്സ് മൾട്ടിപ്ലൈഡ്, വാട്ട് ഈസ് ദ പ്രോഡക്റ്റ്, റൈറ്റ് 49 × 60 ആസ് എ നമ്പർ, മൾട്ടിപ്ലൈ ദ സെയിം നമ്പർ. അപ്പോൾ ഇത് നമുക്ക് ഓൾറെഡി കിട്ടി, മൾട്ടിപ്ലൈ ചെയ്ത്. ഇനി 49 × 80 16 ആസ് എ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ ദ സെയിം നമ്പർ. എന്താണ് അതിൻ്റെ അർത്ഥം? 49/16 ഒരു സംഖ്യ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുന്ന രീതിയിൽ എഴുതുക. അപ്പോൾ 49 × 16 എന്ന് പറയുന്നത് എത്രയാണ്? 784 അപ്പോൾ നമുക്ക് 754, ഇവിടെ രണ്ട് സംഖ്യയും സെയിം ആയിരിക്കണം, ഒരേ ഗുണിക്കുന്ന അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. 28 × 28 എന്ത്? 780. അപ്പോൾ ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് 784 കിട്ടി. അപ്പോൾ ഇങ്ങനെ എഴുതാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 28 × 28 ദാറ്റ് ഈസ് ഈക്വൽ ടു 784. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടി. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 4A അല്ലെങ്കിൽ 4B മാത്രം ചെയ്താൽ മതി. ഇനി അടുത്തത്, ഈ ചിത്രം തന്നിരിക്കുന്ന അളവിൽ വരയ്ക്കുക. ഇത് ഇവിടെ 8 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, ഇവിടെ ലെങ്ത്ത് 8 സെൻറ്റിമീറ്റർ ആണ്, അതുപോലെ ഇവിടെയും ലെങ്ത്ത് 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇത് 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ ആരം എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ റേഡിയസ് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ 4 സെൻറ്റിമീറ്റർ ആരം വെച്ചിട്ട് നമുക്ക് എന്ത് വരച്ചാൽ, ഒരു വട്ടം വരച്ചിട്ട് പിന്നെ അതൊരു സ്ക്വയർ വരയ്ക്കുക. ഓക്കെ, ഒരു സ്ക്വയർ വരയ്ക്കുക. ഒരു വട്ടം വരച്ചതിന് ശേഷം സ്ക്വയർ വരയ്ക്കുക. ഉണ്ടോ? ഇങ്ങനെ വരയ്ക്കാനാണ് പറയുന്നത്. ഇവിടെ മുട്ടിയിട്ട് വേണം വരയ്ക്കാൻ. അപ്പോൾ ഇതിൽ ചോദിച്ചിരുന്ന ഏത് സംഖ്യ കൊണ്ട് അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുന്ന രീതിയിൽ എഴുതുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 28 ആട്ടോ. 28 × 28 ചെയ്യുമ്പോഴാണ് 784 കിട്ടുക. ഇനി അപ്പോൾ ഇത് നമ്മൾ അതേ രീതിയിൽ വരയ്ക്കുക, ഇതിൽ തന്നിരിക്കുന്ന അതേ രീതിയിൽ വരയ്ക്കണം കേട്ടോ. പിന്നെ ഇനി അടുത്ത സമചതുരത്തിനകത്തെ വൃത്തത്തിൽ ആരത്തെക്കുറിച്ചുള്ള ശരിയായത് ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യത്തെ സമചതുരത്തിൻ്റെ വശത്തിൻ്റെ ഇരട്ടിയാണ്. സമചതുരത്തിനകത്തെ വൃത്തത്തിൻ്റെ ആരം. അപ്പോൾ സമചതുരത്തിൻ്റെ വൃത്തത്തിൻ്റെ ആരമാണ് റേഡിയസ്. വൃത്തത്തിൻ്റെ ആരത്തെക്കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സമചതുരത്തിൻ്റെ വശത്തിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ നോക്കിയേ, നമുക്ക് ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ്, ഇരട്ടിയാണ് എന്നാണ് പറയുന്നത്. നോക്കിയേ ഇതിൽ അപ്പോൾ ഇതിൽ നോക്കിയൊക്കെ സമചതുരത്തിൻ്റെ വശത്തിൻ്റെ ഇരട്ടിയാണ്. നമുക്ക് സമചതുരത്തിൻ്റെ വശത്തിൻ്റെ ഇരട്ടിയാണ് റേഡിയസ് എന്നാണ്. റേഡിയസ് എന്ന് പറയുന്നത് ഇരട്ടിയാണോ? ഇല്ല, റേഡിയസ് 4 സെൻറ്റിമീറ്റർ ആണുള്ളത്. ഈ ഒരു വശം എന്ന് പറയുന്നത് ലെങ്ത്ത് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അപ്പോൾ അത് തെറ്റാണ്. ഇനി സമചതുരത്തിൻ്റെ വശത്തിൻ്റെ തുല്യമാണ്. ലെങ്ത്തും റേഡിയസും തുല്യമല്ല അല്ലേ? ഇത് 4ഉം 8 ആണ്, അപ്പോൾ അതും തെറ്റാണ്. സമചതുരത്തിൻ്റെ വശത്തിൻ്റെ പകുതിയാണ്, അപ്പോൾ അത് ശരിയാണ്. ആരത്തിൻ്റെ പകുതിയാണ് ലെങ്ത്തിൻ്റെ പകുതിയാണ് റേഡിയസ് എന്ന് പറയുന്നത്, അപ്പോൾ ഇത് ശരിയാണ്. സമചതുരത്തിൻ്റെ വശത്തിൻ്റെ പകുതിയുടെ പകുതിയാണ്, അതും തെറ്റാണ്. അപ്പോൾ 8ൻ്റെ പകുതിയാണ് 4 സെൻറ്റിമീറ്റർ, ആരത്തിൻ്റെ പകുതിയാണ് 4 സെൻറ്റിമീറ്റർ അല്ലേ? നോക്കിയേ, ഇംഗ്ലീഷിൽ എന്താ നമുക്ക് നോക്കാം. തന്നിരിക്കുന്നത് ഇംഗ്ലീഷിൽ നമുക്ക് നോക്കാം കേട്ടോ. അത് ട്വൈസ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ. റേഡിയസ് എന്ന് പറയുന്നത് ട്വൈസ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ അല്ല അല്ലേ? ഈക്വൽ ടു ദ സൈഡ് ഓഫ് ദ സ്ക്വയർ അല്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു നോട്ട് എച്ച് അല്ല. എന്ന് പറയുന്നത് ഇവിടെ 4 സെൻറ്റിമീറ്ററും എച്ച് എന്ന് പറയുന്നത് ഇവിടെ 8 സെൻറ്റിമീറ്ററുമാണ്. അത് ഈക്വൽ അല്ല. പിന്നെ ഹാഫ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ. അപ്പോൾ ലെങ്ത്ത് ഇത് 8 സെൻറ്റിമീറ്ററിൻ്റെ ഹാഫാണ് എന്ത് പറയുന്നത് 4 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ 6 ക്വസ്റ്റ്യൻ. ഇതിൽ 6A അല്ലെങ്കിൽ 6B ഏതെങ്കിലും ഒരെണ്ണം മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഹൗ മെനി പാക്കറ്റ്സ് ഓഫ് പെൻസ് വിൽ ബി ദർ ഇഫ് 1164 പെൻസ് ആർ പുട്ട് ഇൻ ദ പാക്കേജ് ഓഫ് 12 ഈച്ച്? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മലയാളത്തിൽ നോക്കാം. 1164 പേന 12 വീതമുള്ള പാക്കറ്റുകളിലാക്കിയാൽ എത്ര പാക്കറ്റ് പേനയുണ്ടാവും എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ആകെയുള്ള പെന്നെത്രയാണ്? ടോട്ടൽ പെന്ന് എത്രയാണുള്ളത്? 1164 പെന്നുകളാണുള്ളത്. എത്ര പാക്കറ്റ് പേന ഉണ്ടാകുന്നതാണ്? 12 വീതമുള്ള ഒരെണ്ണത്തിൽ എത്ര എണ്ണം ഉണ്ടാവും? 12 വീതമുള്ള പാക്കറ്റിലാണ് ആക്കുന്നത്.
അപ്പോൾ എന്ത് ചെയ്താൽ ഇപ്പോൾ 1164 എന്ത് ചെയ്താൽ നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 97 പാക്കറ്റ് എന്ന് കിട്ടും നമുക്ക്. 1164 അല്ലെങ്കിൽ 1164നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര പാക്കറ്റ് പേനയാണെന്നുള്ളത് കിട്ടും. ഓക്കെ, എത്ര പാക്കറ്റ് പെന്നുണ്ടെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ 97 പെന്നുകളാണുള്ളത്. 97 പെൻസ്. അപ്പോൾ 97 ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. 97 ആണ്. ഫൈൻഡ് 91 ഡിവൈഡഡ് ബൈ 7 ബൈ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ബിലോ. ബ്ലാങ്ക്സ് ഇവിടുത്തെ 90/7 ചെയ്യുമ്പോൾ ഇവിടെ ആൻസർ ഈ ബ്ലാങ്ക്സ് ഒക്കെ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ 91നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത്, അപ്പോൾ 10 × 7 എന്ന് പറയുന്നത് എത്രയാണ്? 70 ആണ്. 70 ആണ്. അപ്പോൾ അതിൻ്റെ ബാലൻസ് എത്രയാണ്? 21 ആണ് നമുക്ക് ബാലൻസ് കിട്ടുന്നത്. 21. അപ്പോൾ നമുക്കിവിടെ 21 കിട്ടി. ഇനി ഇവിടെ 21 ആൻസർ കിട്ടണമെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താണ്? 3. ഇവിടെ 7 × എന്ത് ചെയ്താലാണ് 21 കിട്ടുക? 3 കിട്ടുകയാണ് അല്ലേ. അപ്പോൾ 3 × 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 21. അവിടെ 3 × 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 21 കിട്ടി. 91 ഡിവൈഡ് ബൈ 7 ആണ്. അപ്പോൾ ഇവിടെ 10 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. അപ്പോൾ 10 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 13 ആണ്. 13. 10 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 13. അപ്പോൾ ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അടുത്തത്, എ പാറ്റേൺ റിലേറ്റഡ് ടു ഡിവിഷൻ ഓഫ് 11 ഈസ് ഗിവൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 10 × 22 ഡിവൈഡഡ് ബൈ 11. ഏത് പാറ്റേൺ ആണ് ഇവിടെ അടുത്ത് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ആദ്യത്തെ നോക്കിയേ, 1 × 22 ഡിവൈഡ് ബൈ 11 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്നാണ്. 1 × 22 എന്ന് പറയുമ്പോൾ 22 ഡിവൈഡ് ബൈ 11 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആണ്. ഓക്കെ, ഇനി 2 × 22 എന്ന് പറയുമ്പോൾ 2 × 22 അടുത്തത് എന്താണ്? 2 × 22 എന്ന് പറയുമ്പോൾ 44 ഡിവൈഡ് ബൈ 11 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഇനി 3 × 22 എന്ന് പറയുന്നത് എത്രയാണ്? 66 ഡിവൈഡ് ബൈ 11 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. 88 ഡിവൈഡ് ബൈ 11 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. അങ്ങനെ കിട്ടി അല്ലേ. അപ്പോൾ ഇനി താഴെ തന്നെ 10 × 22 ഡിവൈഡ് ബൈ 11 എന്ന് പറയുമ്പോൾ എത്രയാണ്? സോറി, അങ്ങനെയെങ്കിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? 10 × 22. 10 × 22 എത്രയാണ്? 220 ആണ്. 220 ഡിവൈഡഡ് ബൈ 11 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതിന് തുല്യമായത് ഏതാണ്? 20 കിട്ടണമെങ്കിൽ 2 × 10 അല്ലേ 20 അല്ലേ. 2 × 10 ആണ് 20. അപ്പോൾ ഇതാണ് ആൻസർ അല്ലേ. ഈസി ആയിട്ട് ചെയ്യാം. ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ ഇതൊന്ന് ഡിവൈഡ് ചെയ്താൽ തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ഇനി അടുത്തത്, 1425നെ 12ൻ്റെ മടങ്ങും മിച്ചവുമായി എഴുതുക. 1425നെ 12ൻ്റെ മടങ്ങ് ആയിട്ട് എഴുതുക, മിച്ചവും എഴുതണം. മിച്ചം എന്ന് പറഞ്ഞാൽ ബാലൻസ് റിമൈൻഡ്സ് കിട്ടണമെന്ന് എഴുതണം. അപ്പോൾ നമ്മൾ റിമൈൻഡറാണ് ഇവിടെ കണ്ടെത്തേണ്ടത്. 1425 ആസ് സർട്ടൻ ടൈം 12 അതിൻ്റെ റിമൈൻഡർ. അപ്പോൾ ആദ്യം നമുക്ക് 1225 എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 118.75 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 118 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ 118 × 12 അല്ലേ. പൂർണ്ണമായിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ 1000 നമുക്ക് കിട്ടുന്നത് 1416 ആണ് ശരിക്കും വരിക അല്ലേ. 1416നെ × 12 അല്ലേ ഡിവൈഡഡ് ബൈ 12 ആണെങ്കിൽ റിമൈൻഡർ ഇല്ലാണ്ട് നമുക്ക് 118 കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ 0.75 കിട്ടിയിട്ടുണ്ട്. ഏത്? 425നെ ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ ഇവിടെ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഇതിൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിമൈൻഡർ എത്രയെന്ന് കിട്ടും. 10425 മൈനസ് 1416 ചെയ്താൽ എത്രയാണ്? 9 ആണ് നമുക്ക് റിമൈൻഡറായിട്ട് കിട്ടുക. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 9 ആണ്. ഇതൊരു മെത്തേഡ്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ കാണണം? ഹരിക്കണം അല്ലേ. ഡിവൈഡ് ചെയ്താണ് 1425 ഡിവൈഡഡ് ബൈ 12 ചെയ്യണം. അപ്പോൾ ആദ്യം 12 ഇവിടെ നമുക്ക് 2 റിമൈൻഡ് കിട്ടും. പിന്നെ എന്താണ്? ഇത് താഴേക്ക് ഇറക്കിയിട്ട് 22 അതും നമുക്ക് 22ഉം 1ലാണ് പോകുള്ളൂ. അപ്പോൾ നമുക്കിവിടെ 12 കിട്ടും. അപ്പോൾ ബാക്കി നമുക്ക് ഇവിടെ എത്ര? 10 കിട്ടും. 5 താഴേക്ക് ഇറക്കിയിട്ടു 105 എത്രയിൽ പോവും? 8 അല്ലേ. 8 118 96. ബാക്കി നമുക്ക് എത്ര കിട്ടും? 9 ആണ് നമുക്ക് റിമൈൻ ആയി കിട്ടുക. അതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതാണ് ഈസി ആയിട്ട് മെത്തേഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിട്ടേൺ 128 ആസ് സർട്ടൻ ടൈം 6 ആസ് ആൻഡ് എ റിമൈൻഡർ.
128നെ 6ൻ്റെ മടങ്ങും മിച്ചവുമായി എഴുതിയത് താഴെ കൊടുത്തവയിൽ ഏതാണ്? 168 128. അപ്പം ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നാണ് എന്നും എടുത്ത് നോക്കണം. ഇപ്പോൾ നമുക്ക് 21 × 6 എന്ന് ചെയ്ത് നോക്കി. 6 ഇവിടെ എത്രയാണ്? 12 അല്ലേ. 6 × 2 എന്ന് പറയുന്നത് 12. 126 126 പ്ലസ് 2 അല്ലേ. 126 പ്ലസ് 2 എന്ത്? 128. അപ്പോൾ ആൻസർ ഏതാണ്? ബി ആണ് ആൻസർ. ഇനി അടുത്തത് 5 4 23 32. ഇത് 9 കൊണ്ട് ഹരിച്ചാൽ 5 മിച്ചവുമായി വരുന്ന സംഖ്യകളുടെ പാറ്റേൺ അത്. ഇതിൽ 103 ഉണ്ടാകുമോ? എന്തുകൊണ്ട്? ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ്? 5 4 23 32 ഈസ് എ പാറ്റേൺ ഓഫ് നമ്പർ വിച്ച് വെൻ ഡിവൈഡ് ബൈ 9 ഗിവിംഗ് റിമൈൻഡർ 5. വിൽ 103 ബി ഇൻ ദിസ് പാറ്റേൺ? ഇതിൽ ഇപ്പോൾ ഓരോ നമ്പർ എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ 14 എടുത്തു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 5 റിമൈൻഡർ ആയിട്ട് കിട്ടും എന്നാണ് പറയുന്നത് അല്ലേ. 14 ഇപ്പോൾ ഇവിടെ 1 14 9 അപ്പോൾ ഇവിടെ എത്രയാണ്? നമുക്ക് 5 റിമൈൻഡർ ആയിട്ട് കിട്ടും എന്നാണ് ഇവിടെ പറയുന്നത്.